+1 അഡ്മിഷൻ ഈ വർഷം ഉറപ്പുവരുത്താൻ 3 കാര്യം കൂടെ നിങ്ങൾ ഇമ്മീഡിയറ്റായി ചെയ്യേണ്ടതുണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, ഒപ്പം സ്പോർട്സ് അഡ്മിഷൻ. എങ്ങനെയെന്ന് പറയാം. സംസ്ഥാനത്ത് 854 വരുന്ന എയ്ഡഡ് സ്കൂളുകളാണുള്ളത്. ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിരിക്കും. അതാത് കമ്മ്യൂണിറ്റികൾ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കാണ് സ്കൂളുകൾ നടത്താനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റി 20% ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിന് 20% സീറ്റുകൾ അവർക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് പ്രത്യേകമായി തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതാത് സ്കൂളുകളുടെ വെബ്സൈറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടോ നിങ്ങൾ കമ്മ്യൂണിറ്റി അതുപോലെ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷന് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് നൽകുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അത് ചെയ്യണം. രണ്ടാമത് മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റിന് അതാത് സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനനുസരിച്ചിട്ടാണ്. ആപ്ലിക്കേഷൻ കൊടുക്കാൻ വഴികല്ലേ. അതുകൊണ്ട് നിർബന്ധമായും മാനേജ്മെൻറ്റിന് നിങ്ങൾ നൽകേണ്ടതാണ്. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ സ്പോർട്സ് ഓരോ സ്ട്രീമിലും സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സിൽ ഓരോ സീറ്റ് മാറ്റി വെച്ചിരിക്കുന്നു ഗവൺമെൻറ് കോട്ടയായിട്ട്. സ്പോർട്സിൽ സംസ്ഥാന തലത്തിൽ നിങ്ങൾ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മുഖാന്തരം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെ മാത്രമാണ് 2,44,000 വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള 2 ലക്ഷം പേർക്കും ഈ ഒരു 3 രീതിയിലൂടെ മാത്രമാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റുക. സോ എല്ലാവരും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പങ്കാളികളാവൂ. താങ്ക് യു.